കെ.പി.സി.സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എം.എൽ.എ ഇന്ന് ചുമതലയേൽക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരായി പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ, യു.ഡി.എഫ് കൺവീനറായി അടൂർ പ്രകാശ് എം.പി. എന്നിവരും ചുമതലയേൽക്കും. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കെ.പി.സി.സിയുടെ പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് എം.എൽ.എ ഇന്ന് ചുമതലയേൽക്കും. അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എപ്പോഴാണ് ചടങ്ങ് നടക്കുക? ഗോപിക, രാവിലെ 9:30-ക്കാണ് സണ്ണി ജോസഫ് എം.എൽ.എ ഈ കെ.പി.സി.സിയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. നമുക്കറിയാം, ഏറെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കുറെ നാളത്തെ ചർച്ചകൾക്കും ഒരുപാട് സജീവ ചർച്ചകൾക്കൊക്കെ ശേഷമാണിപ്പോൾ കെ.പി.സി.സിക്ക് പുതിയ അധ്യക്ഷൻ വരുന്നത് എന്നാണ്. കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്നതോടൊപ്പം തന്നെ പി.സി. വിഷ്ണുനാഥും അതുപോലെ തന്നെ എ.പി. അനിൽകുമാറും ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരായും ചുമതലയേൽക്കുന്നുണ്ട്. അടൂർ പ്രകാശ് യു.ഡി.എഫ് കൺവീനറായും ചുമതലയേൽക്കുന്നു. ഇങ്ങനെ സമൂലമായ ഒരു മാറ്റം കെ.പി.സി.സിയിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത. കെ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിലാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. കെ.പി.സി.സിയിലെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ തുടങ്ങി കോൺഗ്രസ് പ്രൊഫസർ, ഡി.സി.സി പ്രസിഡന്റുമാർ തുടങ്ങി വലിയൊരു നിര തന്നെ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, പാർട്ടി വളരെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കെ സുധാകരൻ സ്ഥാനത്ത് നിന്നും മാറിയതിനു ശേഷം ഈ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. ആ ചർച്ചകൾ തന്നെ വളരെ സജീവമാവുകയും ഒപ്പം തന്നെ ഏറെ പ്രചാരണങ്ങൾ നേടുകയും ചെയ്തിരുന്നതാണ്. എന്തു തന്നെയായാലും ഇന്ന് പാർട്ടിക്ക് ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ നേതാക്കളൊക്കെയും തന്നെ പുതിയ നിയുക്ത പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ എന്തു തന്നെയായാലും ഇന്ന് രാവിലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം, എ.ഐ.സി.സി വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എ.കെ. ആന്റണിയെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ചടങ്ങിലേക്ക് എത്തുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ സ്ഥാനമേൽക്കുന്ന നേതാക്കളൊക്കെയും തന്നെ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 9:30 ചടങ്ങ് ആരംഭിക്കും. വളരെ ലളിതമായ ചടങ്ങോടുകൂടി, നേരത്തെ അതിർത്തിയിലെ സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് വളരെ ലളിതമായ ചടങ്ങോടുകൂടിയാണ് ഈ സ്ഥാനമേൽക്കൽ ചടങ്ങ് ഉണ്ടാവുക. അതിനുശേഷം കാര്യമായ രീതിയിൽ കെ.പി.സി.സിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡി.സി.സി ഭാരവാഹികൾ അടക്കം ഉള്ളവരിൽ മാറ്റമുണ്ടാകുമെന്നും അറിയുന്നുണ്ട്. നിയുക്ത നേതാക്കന്മാരൊക്കെയും സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ചർച്ചകൾക്കൊടുവിലായിരിക്കും ഈ മാറ്റങ്ങളൊക്കെയും ഉണ്ടാവുക. എന്തുതന്നെയായാലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കോൺഗ്രസിനെ സംസ്ഥാനത്ത് ഒരുക്കിയെടുക്കുക എന്നത് തന്നെയാണ് എ.ഐ.സി.സിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് നേതൃതലത്തിൽ തന്നെ വലിയൊരു മാറ്റവും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരെ, യുവനിരയെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിനെ വീണ്ടും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അത് താഴെ തലങ്ങളിലേക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനായാലും ഇന്ന് 9:30 കെ.പി.സി.സി ആസ്ഥാനത്താണ് ചടങ്ങ് നടക്കുന്നത്.